നമസ്കാരം. ഡൽഹിയിൽ തെരഞ്ഞെടുപ്പിന് ആകെ 4 ദിവസം മാത്രം ബാക്കി നിൽക്കുമ്പോൾ എന്തും സംഭവിക്കാം എന്നിരിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു കൂട്ടരാജി പ്രഖ്യാപനം ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതോടെ BJP കോട്ടയിൽ BJPയെ സംബന്ധിച്ചവർക്ക് ബമ്പർ അടിച്ചു എന്ന് തന്നെ പറയാൻ സാധിക്കും. വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള വമ്പൻ പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ എല്ലാ പാർട്ടികളും നടത്തുമ്പോൾ ജനങ്ങൾ ആരോടൊപ്പം നിലയുറപ്പിക്കുമെന്ന് വളരെ കൃത്യമായി പറയാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു ത്രികോണ മത്സരമാണ് രാജ്യതലസ്ഥാന നഗരിയായിട്ടുള്ള ഡൽഹിയിൽ നടക്കാൻ പോകുന്നത്. ആ സമയത്ത് ഇപ്പോൾ സ്വന്തം നിലനിൽപ്പിനായിട്ട് എങ്ങനെയും വിജയിച്ചേ മതിയാകൂ എന്ന അവസ്ഥയിൽ ആ മുഖ്യമന്ത്രി കസേര വരെ ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്ന അരവിന്ദ് കെജ്രിവാളിൻ്റെ ആം ആദ്മിയിൽ നിന്നുമാണ് ഇപ്പോൾ MLA-മാർ കൂട്ടത്തോടുകൂടി രാജിവെച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ കൂട്ടരാജിവെച്ച MLA-മാരെ എല്ലാം തന്നെ ആ കിട്ടിയ തക്കം നോക്കി എങ്ങനെയും ചാക്കിട്ട് പിടിക്കാനുള്ള ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ് BJP. ആം ആദ്മിയെ തകർക്കാൻ കിട്ടിയ നല്ല ഒന്നാന്തരം ഒരു അവസരം അത് വളരെ കൃത്യമായി തന്നെ മുതലെടുക്കാൻ അല്ലെങ്കിൽ വിനിയോഗിക്കാൻ BJPയെ സംബന്ധിച്ച് അവർക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ അവരത് ഇപ്പോൾ നല്ല രീതിയിൽ മുതലെടുക്കുന്നുമുണ്ട്. നിലവിൽ 6ഓളം MLA-മാരാണ് നിയമസഭാംഗത്വം ഒഴിഞ്ഞിരിക്കുന്നത്. 2025 ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റ് നിഷേധിച്ചതോടെയാണ് MLA-മാരുടെ കൂട്ടരാജി. ത്രിലോക്പുരി MLA A. രോഹിത്, അതുപോലെ തന്നെ മഹ്റൗലിയ കസ്തൂർബ നഗറിൽ നിന്നുള്ള മദൻലാൽ ജനക്പുരി MLA, അതുപോലെ രാജേഷ് ഋഷി പാലത്ത് MLA, ഭാവനഗൗർ വിജ്വാസനിൽ നിന്നുള്ള ഭൂപീന്ദർ സിംഗ്, ആദർശ് നഗറിൽ നിന്നുള്ള പവൻകുമാർ ശർമ്മ എന്നിവരാണ് രാജിവെച്ച MLA-മാർ. ഇവർക്ക് പുറമെ മെഹ്റോലിയിൽ നിന്നുള്ള MLA ആയിട്ടുള്ള നരേഷ് യാദവും രാജിവെച്ചിട്ടുണ്ട്. എന്നാൽ ഇദ്ദേഹം രാജിവെക്കാനുള്ള കാരണം വ്യക്തമല്ല. 2 തവണ MLA ആയ ആം ആദ്മി നേതാവാണ് നരേഷ് യാദവ്. ഇത്തവണയും നരേഷ് യാദവ് ഡൽഹി തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിരുന്നു. എന്നാൽ ഡിസംബർ മാസം ഖുറാൻ അവഹേളന കേസിൽ പഞ്ചാബ് കോടതി നരേഷിനെ 2 വർഷത്തേക്ക് തടവിന് ശിക്ഷിച്ചിരുന്നു. തുടർന്ന് 5ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയപ്പോൾ നരേഷ് യാദവിന് പകരം മഹേന്ദ്ര ചൗധരിയെ മഹ്റൗളിയിൽ സ്ഥാനാർത്ഥിയായി ആം ആദ്മി പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത്. എന്താണെങ്കിലും അധികാരമോഹികളായിട്ടുള്ള നേതാക്കൾ പാർട്ടി വിട്ടു എന്നതിൽ സന്തോഷമെന്നാണ് ഇപ്പോൾ ആം ആദ്മി പ്രതികരിക്കുന്നത്. അങ്ങനെ പറയുമ്പോഴും ഇവരെല്ലാം തന്നെ BJP കോട്ടയിലേക്ക് എന്നത് തീർച്ചയായിട്ടും കേജ്രിവാളിനെ സംബന്ധിച്ച് അത്ര നല്ല സൂചനയല്ല നൽകുന്നത്. ഇത് കൂടാതെ യമുന നദിയുടെ വെള്ളവുമായി ബന്ധപ്പെട്ട് കേജ്രിവാൾ നടത്തിയ പരാമർശങ്ങളൊക്കെ തന്നെ വലിയ വിവാദമായിട്ടുള്ള സാഹചര്യത്തിൽ ഇപ്പോൾ ഹരിയാന കോടതി കേജ്രിവാളിന് സമൻസ് അയച്ചിരിക്കുകയാണ്. ഡൽഹിയിലെ ജലവിതരണം തടസ്സപ്പെടുത്താൻ ഹരിയാന സർക്കാർ യമുനയിൽ വിഷം കലർത്തുകയാണെന്ന അവകാശവാദത്തിലാണ് അരവിന്ദ് കെജ്രിവാളിന് ഇപ്പോൾ പിടിവീണിരിക്കുന്നത്. വിഷയത്തിൽ ഹരിയാന കോടതി കേജ്രിവാളിന് സമൻസ് അയച്ചു. പക്ഷേ ഫെബ്രുവരി 17-ന് നേരിട്ട് ഹാജരായാൽ മതി എന്നാണ് കേജ്രിവാളിന് ഇപ്പോൾ കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഈ നിർദ്ദേശത്തിൽ വീഴ്ച വരുത്തിയാൽ നിയമമനുസരിച്ച് അദ്ദേഹത്തിനെതിരെ നടപടികൾ എടുക്കുമെന്നും കേജ്രിവാളിന് നൽകിയിരിക്കുന്ന നോട്ടീസിൽ വ്യക്തമായി പറയുന്നുണ്ട്. അത്തരമൊരു സമയം കൂടിയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് മുന്നിൽ വന്നു നിൽക്കുന്നത്. ഇവിടെ കൂട്ടരാജി ഒരിക്കലും ആം ആദ്മിക്കോ അല്ലെങ്കിൽ കേജ്രിവാളിനോ ഒരു മുതൽക്കൂട്ടല്ല എന്നതാണ് യാഥാർത്ഥ്യം. എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.